എല്ലാ മാന്യ പ്രേക്ഷകർക്കും GAV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് സ്ട്രീമിങ്ങിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച്, അതായത് ഡോൾബി അറ്റ്മോസിൻ്റെ പ്രാധാന്യം പതുക്കെ കുറഞ്ഞു വരികയും മറ്റു ഫോമാറ്റുകൾ രംഗത്തേക്ക് വരികയും ചെയ്യും. അതിലൊന്ന് ഓറോ 3Dയുടെ സ്ട്രീമിംഗ് കാര്യത്തെക്കുറിച്ചായിരുന്നു ഞാനന്ന് സംസാരിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു സംഭവം ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് എത്തിയിരിക്കുന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ സാഫല്യത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓറോ 3Dയുടെ സ്ട്രീമിംഗ് ഡിവൈസസിലേക്കുള്ള അല്ലെങ്കിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി എന്നുള്ള നിലയിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ NVIDIA ഷീൽഡ് പ്രോയിലേക്ക് വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് NVIDIA ഷീൽഡ് പ്രോയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 9.2 ആണ് ആ വേർഷൻ്റെ പേര്. അപ്പോൾ ആ അപ്ഡേഷന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, ഓറോ 3Dയുടെ തൽക്കാലത്തേക്ക് ഒരു ടെസ്റ്റിംഗ് എന്ന നിലയിൽ ആർട്ടിസ്റ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, അത് ഓറോ 3Dയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം, മിക്സ് ചെയ്യാം, അത് പരസ്പരം നിങ്ങൾക്ക് ഫയൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ആസ് ഓഫ് നൗ അതിൽ ഓരോ ഇൻഡിവിജ്വൽസും അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചില എന്താ പറയുക പാട്ടുകളും കാര്യങ്ങളൊക്കെ ഓറോ 3Dയിൽ മിക്സ് ചെയ്ത സംഭവം അതിലുണ്ട്. അപ്പോൾ ആസ് ഓഫ് നൗ അത് ഓഡിയോക്ക് മാത്രമാണത് ഉള്ളത്. ഭാവിയിൽ അതിൽ തന്നെ വീഡിയോയും വരും, അല്ലെങ്കിൽ സ്ട്രീമിങ്ങും പതുക്കെ അവർ തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഓൾറെഡി ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ ഓറോ 3Dയിൽ ലൈവ് ടെലികാസ്റ്റ് വരെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യം US ബേസ്ഡ് പ്ലാറ്റ്ഫോംസിലായിരിക്കും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവിടെ നിന്ന് പതുക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഇത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു രീതി അവരെന്തായാലും കണ്ടുപിടിക്കുകയായിരിക്കും. അപ്പോൾ ഈ ഓറോ 3D പിന്നെ സ്ട്രീമിങ്ങിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആർക്ക് ആണ് ഇതിൻ്റെ മെച്ചം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ഓഡിയോ ഫോമാറ്റ് ഏതായാലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം. അതല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർ രീതിയിലുള്ള കണ്ടന്റ് പ്രൊഡക്ഷൻ ലൈനിലും അതുപോലെ തന്നെ റെൻഡറിങ് ലൈൻ അഥവാ നിങ്ങളുടെ വീട്ടിൽ അത് തിരിച്ച് പ്ലേബാക്ക് ചെയ്യുന്ന രീതിയിലും കാര്യങ്ങൾ കറക്റ്റായിരിക്കണം എന്ന് ഞാൻ അത് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ കണ്ടുവരുന്ന ഒരു പ്രവണത, ഡോൾബിയാണ് മാർക്കറ്റ് മോണോപ്ലൈസ് ചെയ്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ അവർക്ക് എന്തും എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ അതല്ലെങ്കിൽ അതിൻ്റെ കമ്മോഡിറ്റിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ മിക്സിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അതൊന്നും നോക്കാതെ എങ്ങനെയൊക്കെയോ കോസ്റ്റ് കട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് തീരെ കിട്ടാത്ത രീതിയിൽ, മീൻസ് എല്ലാ പടങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഒരു 100 പടങ്ങൾ എടുത്താൽ ഒരു 70 to 80% റെക്കോർഡിങ്സ് വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നല്ല റെക്കോർഡിങ്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പുറകിലുള്ള ഫാക്ടേഴ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഡയറക്ടേഴ്സ് ഇൻറ്റൻറ്റ് എന്നൊരു സാധനമുണ്ട്. നമ്മൾ തിയേറ്റേഴ്സിൽ പോകുമ്പം കാണുന്ന എക്സ്പീരിയൻസ് ഡയറക്ടർ അതിൻ്റെ പുറകെ ഉണ്ട്. ഓക്കെ, ഇന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിപ്പം പിക്ചർ മാത്രമല്ല സൗണ്ടും ഇന്ന രീതിയിൽ തന്നെ പിന്നെ കൺസ്യൂമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞ് ഡയറക്ടർ അതിൻ്റെ പുറകെ സൗണ്ട് എഞ്ചിനീയറിൻ്റെ പുറകെ ഇരുന്ന് സൗണ്ട് എഞ്ചിനീയറെ കൊണ്ട് ആ സംഗതി ചെയ്യിപ്പിച്ചിട്ടാണത് ആ എഫക്ട്സ് തിയേറ്ററിൽ കിട്ടുന്നത്. അതിൽ തന്നെ തിയേറ്ററിലെ ന്യൂനതകൾ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഒന്നാമത് ഈ 3D ഫോമാറ്റ് അറ്റ്മോസ് ആയാലും ശരി, DTS:X ആണെങ്കിലും ശരി, അതിൽ സ്വീറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ലിസ്ണിംഗ് ഏരിയ അല്ലെങ്കിൽ MLPR മെയിൻ ലിസ്ണിംഗ് പൊസിഷനുള്ള സംഭവം കോൺസെപ്റ്റ് അതിലുണ്ട്. ചില സീറ്റുകളിൽ ഇരുന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. ബാക്കിയുള്ള സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അതിൻ്റെ പറ്റിയൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഹെഡ് റിലേറ്റഡ് ഫയൽ ട്രാൻസ്ഫർ എന്ന സംഭവം അതിൽ ഞാൻ ചെയ്തിരുന്നു മുമ്പ്. നിങ്ങൾക്ക് അത് പ്രേക്ഷകർക്ക് അത് പോയിട്ട് ഒന്നും കൂടി കാണാവുന്നതാണ്. അപ്പോൾ ആസ് ഫാർ ആസ് സ്ട്രീമിംഗ് ഈസ് കൺസേൺഡ്, ഇപ്പോൾ നമുക്കറിയാം പല പ്ലാറ്റ്ഫോംസും ഡോൾബി അറ്റ്മോസ് ഓൾറെഡി അംഗീകരിച്ച് കഴിഞ്ഞതാണ്. നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും പിന്നെ ആപ്പിൾ TV ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഒന്ന് പിന്നെ സൈസാണ്. ഫയലിൻ്റെ സൈസ്
ആണ് ഇതിൻ്റെ മെയിൻ ഡിറ്ററിങ് ഫാക്ടർ. അതായത് ഒരു പടം സ്വാഭാവികമായിട്ട് പക്ക ആയിട്ടുള്ള സൗണ്ട് കിട്ടണമെങ്കിൽ, ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞതാണ്, ലോസ്ലെസ് ഓഡിയോ ഉണ്ട്, ലോസി ഓഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രീമിങ്ങിലൂടെ കിട്ടുന്ന ലോസി ഓഡിയോ ആണ്. അതായത് കുറേ സിഗ്നൽസുകൾ കട്ടായിട്ട് കംപ്രസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇൻ അതർ വേർഡ്സ്, പ്രോപ്പർ അറ്റ്മോസ് പറയുന്നത് മിനിമം 7.1 ചാനലാണ് പ്രോപ്പർ അറ്റ്മോസ് ഉണ്ടാകുന്നത്. പക്ഷേ സ്ട്രീമിങ്ങിൽ നമുക്ക് കിട്ടുന്നത് 5.1 ചാനലിൽ കുറച്ച് ഹൈറ്റ് ലെയേഴ്സും കൂടി മിക്സ് ചെയ്തിട്ട് അത് അറ്റ്മോസ് ആയിട്ട് റെൻഡർ ചെയ്യുന്നതാണ്. അപ്പോൾ കുറേ ഡീറ്റെയിൽസ് അതിൽ കുറേ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ട്രീമിംഗ് ത്രൂ ഇപ്പോൾ ഓറോ 3D വരികയാണെങ്കിൽ 13.2 ചാനൽസ് വരെ അതിൽ സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ ബേസ് 7.1 ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. 5.1 മാറിയിട്ട് 7.1 ആയിരിക്കും. അത് PCM റെക്കോർഡിംഗ് ആയിരിക്കും. PCM റെക്കോർഡിംഗ് സാധാരണ ഡോൾബി ഡിജിറ്റലിനെക്കാട്ടിയും കുറച്ചും കൂടി ബിറ്റ് റേറ്റ് കൂടുതലാണ്, ക്ലാരിറ്റി കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ഓറോ 3D മീൻസ് റിസീവർ ഉള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ ഏതെങ്കിലും ഒരു 5.1 എടുത്തിട്ട് ഓറോ 3Dയിലേക്ക് അപ്മിക്സ് ചെയ്യുമ്പോൾ ബേസ് പെട്ടെന്ന് കൂടുന്നതായിട്ടാണ്. ഒരു 3 to 6 dB ജമ്പ് ബൂസ്റ്റ് ഈ ഓറോ 3Dയിൽ ഇടുമ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓറോ 3D ഞാൻ പറഞ്ഞു DTS ബേസ്ഡ് ആണ്. അപ്പോൾ DTS ബേസ്ഡ് ആയത് തന്നെ ബിറ്റ് റേറ്റ് കൂടും. ഓരോ സെക്കൻഡിലും നിങ്ങളുടെ ഡാറ്റ, നിങ്ങൾക്ക് കിട്ടുന്ന ഡാറ്റയുടെ അളവ് കൂടുതലും അതിനെ ഡീകോഡ് ചെയ്യുന്ന രീതിയും വ്യത്യാസവും അതിൻ്റെ ഡീകോഡ് ചെയ്ത് കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ ക്ലാരിറ്റിയും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഏതെന്നായാലും ഈ പറഞ്ഞ ഓറോ 3Dയുടെ ഈ ഒരു സോഫ്റ്റ്വെയർ 9.2 NVIDIA ഷീൽഡിൽ ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പം അറിയിക്കാനുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ആർട്ടിസ്റ്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഓറോ 3D ഇപ്പോൾ തൽക്കാലം ഓഡിയോ ഫോമാറ്റിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആസ്വദിക്കുന്നതാണ്. എന്ന് വെച്ചിട്ട് ഇപ്പം മീൻസ് NVIDIA ഷീൽഡ് ഇല്ലാത്തവർ എല്ലാവരും ഓടിപ്പോയി NVIDIA ഷീൽഡ് വാങ്ങണമെന്നല്ല പറഞ്ഞത്. സ്വാഭാവികമായിട്ടും എനിക്കും ഇവിടെ NVIDIA ഷീൽഡ് എൻ്റെ കയ്യിലില്ല. പക്ഷേ ഉറപ്പായിട്ടും ബാക്കിയുള്ള സ്ട്രീമിംഗ് ആപ്സ്, അതായത് ഇപ്പം ആപ്പിൾ TV ആയിക്കോട്ടെ, ഡ്യൂൺ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ആമസോണിൻ്റെ ഫയർ സ്റ്റിക്ക് ആയിക്കോട്ടെ, അതിലേക്ക് അത് വരണം, അല്ലാണ്ട് നടക്കുമല്ലോ. അതിൽ ഒരു NVIDIA ഷീൽഡ് മാത്രമുള്ള പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങനെ ഒരു സ്ട്രീം ലൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇറക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഞാൻ ഏകദേശം 2 മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പ്രേക്ഷകർ ദയവായി ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വരുന്നവരെ ജോർജ് ആയിരിക്കും. ബൈ.